തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്ന് വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. തന്നെ തോൽപ്പിക്കാൻ തലസ്ഥാനത്തെ CPM കിണഞ്ഞു പരിശ്രമിച്ചത് ഇന്ന് ചിരിയോടെ ഓർക്കുന്നുണ്ടാകും വൈഷ്ണ സുരേഷ്. അതേ നേതാക്കന്മാരുടെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് വൈഷ്ണ സുരേഷ് സത്യപ്രതിജ്ഞ ചെയ്യാൻ നടന്നു കയറുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കൂളായി വൈഷ്ണ വേദിക്ക് മുന്നിലൂടെ പുറത്തിറങ്ങുമ്പോൾ CPM നേതാക്കൾ പോലും കൈയടിക്കുന്നുണ്ടായിരിക്കാം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കിയതിനെതിരെ വൈഷ്ണ സുരേഷ് നൽകിയ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ നടപടി അനാവശ്യ രാഷ്ട്രീയം മാത്രമാണെന്ന് വിമർശിച്ച കോടതി യുവ സ്ഥാനാർത്ഥിയോട് ഇങ്ങനെയാണോ കാണിക്കേണ്ടതെന്നും ചോദിച്ചു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നേരിട്ട് ഹിയറിംഗ് നടത്തി. ഹിയറിംഗിൽ വൈഷ്ണ സുരേഷ്, പരാതിക്കാരനായ CPM പ്രവർത്തകൻ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ എന്നിവർ പങ്കെടുത്തു. താൻ മുട്ടട വാർഡിലെ താമസക്കാരിയാണെന്നും ഔദ്യോഗിക രേഖകളിലുള്ള വിലാസത്തിലാണ് വോട്ട് ചേർക്കാൻ അപേക്ഷ നൽകിയതെന്നും വൈഷ്ണ കമ്മീഷനെ അറിയിച്ചിരുന്നു. 7 വർഷമായി താമസിക്കാത്ത വിലാസത്തിലാണ് വൈഷ്ണ വോട്ട് ചേർത്തതെന്ന പരാതിയിൽ CPM പ്രവർത്തകൻ ധനേഷ് ഉറച്ചുനിന്നു. വോട്ട് വെട്ടിയ നടപടിയെ കോർപ്പറേഷൻ അധികൃതരും ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഈ വിഷയത്തിൽ ശരിയായ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശം നൽകിയ ഹൈക്കോടതി കമ്മീഷൻ ഉചിതമായ നടപടി എടുത്തില്ലെങ്കിൽ സവിശേഷ അധികാരം ഉപയോഗിക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടാൽ വൈഷ്ണയ്ക്ക് മുട്ടട വാർഡിൽ മത്സരിക്കുന്നതിന് തടസ്സം ഉണ്ടാകില്ല എന്ന ഉറപ്പായിരുന്നു അന്ന് കോടതി നൽകിയത്. ഇതിന് പിന്നാലെ തടസ്സങ്ങൾ വൈഷ്ണയ്ക്ക് മുന്നിൽ വഴിമാറി. പിന്നാലെ CPM കോട്ടയിൽ ജനവിധി തേടിയ വൈഷ്ണ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുകയായിരുന്നു. എന്തായാലും മാസായി CPMന് മുന്നിലൂടെ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന വൈഷ്ണ സുരേഷിന്റെ വീഡിയോ ഇവിടെ ചേർക്കാം, കണ്ടു നോക്കുക. ദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 28 ചെട്ടിവിളാകം വാർഡ് R. ദിനേശ് കുമാർ.